ഞങ്ങൾ കൂടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശദമായ ചർച്ചയ്ക്കാണ്. ഈ കാഫർ സ്ക്രീൻ കോട്ട് വിവാദത്തിൽ യഥാർത്ഥത്തിൽ പ്രതി ആരാണ് എന്നുള്ളത് ഈ ഗോവിന്ദൻ മാഷും മറ്റുമൊക്കെ തമസ്കരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രതി ആരാണെന്ന് വളരെ വ്യക്തമാണ്. പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമായ ഒരു കാര്യമല്ലേ DYFI നേതാവിന്റെ പേര് പറയുന്നു. ഇപ്പോ ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഇയാളാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ 25,000 രൂപ അല്ലേ ഈ പാരിതോഷികം നൽകാം. 25 ലക്ഷം രൂപ പാരിതോഷികം. ഈ 25 ലക്ഷം രൂപ പാരിതോഷികം നൽകാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ഇതിനകത്ത് എന്തോ ഒളിച്ചു വയ്ക്കാനുള്ള ഒരു ശ്രമമാണ്. പോലീസ് ആണ് അവരുടെ FIRൽ വളരെ കൃത്യമായിട്ട് ഇത് ആരുടെ ഇതാണെന്നുള്ളത് വ്യക്തമായി. ഇത് ഞങ്ങളുടെ അഭിപ്രായം ഈ KK ലതിക XMLയും അവരുടെ ഭർത്താവ് P മോഹനനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ പോലീസിന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അവര് ആഭ്യന്തരമന്ത്രിയുടെ മുകളിൽ അങ്ങേയറ്റം നിൽക്കുന്ന ആളുകളാണ്. അവരെയൊന്നും ആരും ചോദ്യം ചെയ്യില്ല. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടി ശൈലജ ടീച്ചർ തന്നെ പറഞ്ഞല്ലോ അവരങ്ങനെ അത് ഫോർവേഡ് ചെയ്തത് തെറ്റായിപ്പോയി. അവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കട്ടെ. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞല്ലോ മാർക്സിസ്റ്റ് പാർട്ടി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ മാഷ്. ഇതാണോ തെറ്റ് തിരുത്തുന്ന നടപടി? വീടിനടുത്ത് കിടന്ന് ഉരുളുകയല്ലേ. വാസ്തവത്തിൽ ഈ കാഫർ സ്ക്രീൻ കോട്ട് വിവാദത്തിലൂടെ BJPയെ കടത്തിവെട്ടിയിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതിനെ ന്യായീകരിക്കുന്നതിലൂടെ BJPയേക്കാൾ വർഗീയ പ്രചരണം നടത്തുന്ന ഒരു പാർട്ടിയായി മാറി. ഗോവിന്ദൻ മാഷിന്റെയൊക്കെ പ്രസ്താവന വായിക്കുമ്പോൾ ചിരിക്കാൻ മാത്രമേ തോന്നുന്നുള്ളൂ. ഒരു പാർട്ടി ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. എത്ര നിസ്സാരമായി ലാഘവമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. വളരെ ലാഘവമായിട്ട് തന്നെ അദ്ദേഹത്തിന് പറയാമല്ലോ. ശൈലജ ടീച്ചർ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ പാർട്ടി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നല്ലേ പറയേണ്ടത്. അതിനു പകരം ഇതിനെ ഇതുപോലെ കൂടുതൽ അത് വിവാദമാക്കി വാസ്തവത്തിൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതിൽ ജനങ്ങളോട് ഗോവിന്ദൻ മാഷും കൂട്ടരും മാപ്പ് പറയുകയാണ് വേണ്ടത്. ഏത് നിലയിലാകും UDFന്റെ പ്രതിഷേധം? അപ്പോൾ UDF ലോക്കലായിട്ട് അവിടെ പ്രക്ഷോഭമുണ്ട്. ഇന്ന് ഞങ്ങൾ കൂടുന്ന UDF സംസ്ഥാന ഏകോപന സമിതിയിൽ ആലോചിക്കും ഈ വിഷയം. തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള ഒരു വിഷയമല്ലേ, ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല.